നമസ്കാരം. പി എസ് സി സ്കോറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: 2024 ജനുവരിയിൽ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചത്? 2024 ജനുവരിയിൽ നമ്മുടെ രാജ്യം ഏത് രാജ്യവുമായിട്ടാണ് വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചത്? ഉത്തരം: നേപ്പാൾ. നേപ്പാളുമായിട്ടാണ് വൈദ്യുതി വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത്. നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ദഹൽ ആണ്, പ്രചണ്ഡ എന്നറിയപ്പെടുന്ന പുഷ്പ കമാൽ ദഹൽ. നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡൽ. നേപ്പാളിൻ്റെ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡൽ. അപ്പോൾ വൈദ്യുതി വ്യാപാരം സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചത് നേപ്പാളുമായിട്ടാണ്. ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ 48 GB വേഗത്തിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ISROയുടെ ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹത്തിൻ്റെ പേരാണ് GSAT-20. ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ 48 GB വേഗത്തിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ISROയുടെ ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹത്തിൻ്റെ പേരാണ് GSAT-20. GSAT-20 48 GB വേഗത്തിലാണ് ഇൻ്റർനെറ്റ് GSAT-ലൂടെ ലഭ്യമാക്കുന്നത്. ലക്ഷദ്വീപിലെ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെ വെച്ച്? ഉത്തരം: കവരത്തി. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമാണ് കവരത്തി. ലക്ഷദ്വീപിലെ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. അത് കവരത്തിയിൽ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. ലക്ഷദ്വീപിലെ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് കവരത്തിയിൽ വെച്ചാണ്. 2024 ജനുവരിയിൽ ഡോക്ടർ സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കാംബോജ്. ഡോക്ടർ സ്വാമിനാഥൻ പുരസ്കാരം 2024 നേടിയത് പ്രൊഫസർ BR കാംബോജ് ആണ്. കാംബോജ്. സ്വാമിനാഥൻ പുരസ്കാരം ഡോക്ടർ BR കാംബോജ്. 2024 ജനുവരിയിൽ ഡോക്ടർ സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ BR കാംബോജ്. അടുത്ത ചോദ്യം: ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല? ഉത്തരം: ആലപ്പുഴ. ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ല രൂപം കൊണ്ടത് 1957 ഓഗസ്റ്റ് 17-നാണ്. ആലപ്പുഴ ജില്ല രൂപം കൊണ്ടത് 1957 ഓഗസ്റ്റ് 17-നാണ്. അപ്പോൾ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റിന് വേദിയാകുന്ന കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. 2024 നടക്കുന്ന അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല വയനാട്. അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേള 2024 നടക്കുന്ന അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം: വയനാട്. വയനാട് ജില്ല രൂപം കൊള്ളുന്നത് 1980 നവംബർ 1-നാണ്. വയനാട് ജില്ല രൂപം കൊണ്ടത് 1980 നവംബർ 1-നാണ്. കേരളത്തിലെ ജില്ലകൾ രൂപം കൊണ്ട ഇയർ വിത്ത് ഡേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ലാസ്റ്റ് ഗ്രേഡുള്ള പരീക്ഷയിൽ ജില്ലകൾ രൂപം കൊണ്ട തീയതികൾ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ലാസ്റ്റ് ഗ്രേഡ് മാത്രമല്ല, LD ക്ലർക്ക് പോലുള്ള പരീക്ഷകളിലും ജില്ലകൾ രൂപം കൊണ്ട തീയതി ചോദിക്കുന്നത് പതിവാണ്. നമ്മൾ 2 ജില്ലകളാണ് ഇപ്പോൾ പറഞ്ഞത്. ആലപ്പുഴ ജില്ല രൂപം കൊണ്ടത് 1957 ഓഗസ്റ്റ് 17-നാണ്. വയനാട് ജില്ല രൂപം കൊണ്ടത് 1980 നവംബർ 1-നാണ്. നെക്സ്റ്റ്: സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള 2023-24 പ്രൊഫസർ S. ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണിക്കാണ്. സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള 2023-24 പ്രൊഫസർ S. ഗുപ്തൻ നായർ പുരസ്കാരം, കുറെ കൂടി ലളിതമായി പറഞ്ഞാൽ ഈ വർഷത്തെ S. ഗുപ്തൻ നായർ പുരസ്കാര ജേതാവ് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. ഗുപ്തൻ നായർ, അച്യുതനുണ്ണി. S. ഗുപ്തൻ നായർ, അച്യുതനുണ്ണി. ഗുപ്തൻ, അച്യുതൻ. 2024 ഗുപ്തൻ, അച്യുതൻ. അപ്പോൾ 2024 S. ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. നെക്സ്റ്റ്: വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് പുസ്തകത്തിൻ്റെ പേരാണ്? വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകം എഴുതിയത് ശശി തരൂറാണ്. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ശശി തരൂർ. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ്, ശശി തരൂർ. 2024 ജനുവരിയിൽ ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദന ശേഷി കൈവരിച്ച ബഹിരാകാശ ഏജൻസി ഏതെന്ന് ചോദിച്ചാൽ അത് ISRO. 2024 ജനുവരിയിൽ ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദന ശേഷി കൈവരിച്ച ബഹിരാകാശ ഏജൻസി ISROയാണ്. ISRO നിലവിൽ വന്നത് 1969 ഓഗസ്റ്റ് 15-നാണ്. ISRO നിലവിൽ വന്നത് 1969 ഓഗസ്റ്റ് 15.
അപ്പോൾ ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദന ശേഷി കൈവരിച്ച ഈ 2024 ജനുവരിയിൽ കൈവരിച്ച ബഹിരാകാശ ഏജൻസി ISRO. അടുത്ത ചോദ്യം, ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് വിമാനമാണ് കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തിയത്? C-130J സൂപ്പർ ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനം. ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഏത് വിമാനമാണ് കാർഗിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തിയത്? C-130J സൂപ്പർ ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനം. കാർഗിലിൽ എയർ സ്ട്രിപ്പിൽ രാത്രി ലാൻഡിംഗ് നടത്തിയ വിമാനത്തിൻ്റെ പേരാണ് C-130J സൂപ്പർ ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് വിമാനം. ആരുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് രാജ്യത്ത് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്? ഉത്തരം മീരാഭായ്. 525 രൂപയുടെ നാണയം രാജ്യം പുറത്തിറക്കി. മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് 525 രൂപയുടെ നാണയം രാജ്യത്ത് പുറത്തിറക്കിയത്. അടുത്ത മറ്റൊരു പുസ്തകത്തിൻ്റെ പേരാണ് വൈ ഭാരത് മാറ്റേഴ്സ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം എഴുതിയത് S. ജയശങ്കർ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം എഴുതിയത് S. ജയശങ്കർ. ശശി തരൂർ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ്. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ്. 2024 2020 പുരുഷ ലോകകപ്പ് വേദി USA-യും വെസ്റ്റ് ഇൻഡീസുമാണ്. 2024 2020 പുരുഷ ലോകകപ്പിൻ്റെ വേദി USA-യും വെസ്റ്റ് ഇൻഡീസും. 2024 2020 പുരുഷ ലോകകപ്പ് വേദി USA-യും വെസ്റ്റ് ഇൻഡീസും. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഡീക്കിൻ സർവകലാശാലയാണ്, ഓസ്ട്രേലിയയിലുള്ള. ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാലയാണ് ഡീക്കിൻ സർവകലാശാല. ഡീക്കിൻ. ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുന്ന ആദ്യ വിദേശ സർവകലാശാല ഡീക്കിൻ സർവകലാശാല. 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാര ജേതാവാണ് പുനലൂർ സോമരാജൻ. 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാര ജേതാവ് പുനലൂർ സോമരാജൻ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ 2024 ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് പുനലൂർ സോമരാജൻ. അടുത്ത ചോദ്യം, തുടർച്ചയായ 3-ാം വർഷവും ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയത് ദുബായിയാണ്. തുടർച്ചയായ 3-ാം വർഷവും ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയത് ദുബായ്. അടുത്തിടെ ലോങ് മാർച്ച് 2C റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈന. അടുത്തിടെ റോക്കറ്റിൻ്റെ പേരാണ് ലോങ് മാർച്ച് 2C എന്ന് പറയുന്നത്. അടുത്തിടെ ലോങ് മാർച്ച് 2C റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. അടുത്തിടെ ലോങ് മാർച്ച് 2C റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈന. യൂറോപ്യൻ യൂണിയൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷമായി കണക്കാക്കിയത് 2023. യൂറോപ്യൻ യൂണിയൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് 2023. അപ്പോൾ ലോങ് മാർച്ച് 2C റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചോദിച്ചാൽ ഉത്തരം ചൈന. യൂറോപ്യൻ യൂണിയൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂട് കൂടിയ വർഷമായി കണക്കാക്കുന്നത് 2023. അടുത്ത ചോദ്യം, രാജ്യത്ത് സർക്കാരിന് കീഴിലുള്ള ആദ്യ OTT പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ഉത്തരം സി സ്പേസ് എന്നാണ്. കേരളത്തിലാണ് അത് നിലവിൽ വന്നത്. രാജ്യത്ത് സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. ഇപ്പോൾ ലോങ് മാർച്ച് 2C ചൈനയാണ്. കാലാവസ്ഥ ഏറ്റവും കൂടിയ വർഷം എന്ന് പറയുന്നത് 2023. സർക്കാരിൻ്റെ കീഴിലുള്ള ആദ്യത്തെ OTT പ്ലാറ്റ്ഫോം സി സ്പേസ്. സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് UV ജോസ്. സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ്. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ്. ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത് ജനുവരി 10. ലോക ഹിന്ദി ദിനം ജനുവരി 10. അതുപോലെ മറ്റൊരു ചോദ്യം, ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റാൽ. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അറ്റാൽ. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഗബ്രിയേൽ അറ്റാൽ. അടുത്ത ചോദ്യം, അടുത്തിടെ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേര് അൽവാരോ. അൽവാരോ. അടുത്തിടെ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് അൽവാരോ. അപ്പോൾ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേര് അൽവാരോ. 2024 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ, അത് ഓർത്തു വയ്ക്കണം, ഹിന്ദുസ്ഥാനി. 2024 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് ഉസ്താദ് റാഷിദ് ഖാൻ.
2024 ജനുവരിയിൽ അന്തരിച്ച വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് റാഷിദ് ഖാൻ. നെക്സ്റ്റ്, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ. അപ്പോൾ 2024 ബഷീർ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ സാഹിത്യ പുരസ്കാര ജേതാവ് ഇ സന്തോഷ് കുമാർ. 2024 ജനുവരിയിൽ അന്തരിച്ച ജർമ്മൻ ഫുട്ബോൾ താരമാണ് ഫ്രാൻസ് ബെക്കൻബോവർ. ജനുവരിയിൽ അന്തരിച്ച ജർമ്മൻ ഫുട്ബോൾ താരം. ഈ ഫ്രാൻസ് ബെക്കൻബോവറിൻ്റെ രാജ്യമായിരിക്കും പരീക്ഷ ചോദിക്കുന്നത്. ഫ്രാൻസ് ബെക്കൻബോവറിൻ്റെ രാജ്യം ജർമ്മനിയാണ്. ഇപ്പോൾ 2024 ജനുവരിയിൽ അന്തരിച്ച ജർമ്മൻ ഫുട്ബോൾ താരമാണ് ഫ്രാൻസ് ബെക്കൻബോവർ. മറ്റൊരു ചോദ്യം, 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം ഒഡീഷ. 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം ഒഡീഷ. സൂപ്പർ കപ്പ് ഫുട്ബോൾ 2024 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം ഒഡീഷ. പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി 9. ദക്ഷിണാഫ്രിക്കയിൽ പോയ ഗാന്ധിജി തിരികെ ഇന്ത്യയിലേക്ക് എത്തിയത് 1915 ജനുവരി 9. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വന്നത് 1915 ജനുവരി 9. ആ ഓർമ്മയ്ക്കായി ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്ന ജനുവരി 9. ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 10. ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 10. അടുത്തത് 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് PK വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് വീരമണിദാസൻ. ഹരിവരാസനം നേക്കും ഓർമ്മ വരുന്നത് അയ്യപ്പനെയാണ്, അതായത് മണികണ്ഠനെയാണ് ഓർമ്മിക്കേണ്ടത്. ഹരിവരാസനം അയ്യപ്പൻ്റെ മറ്റൊരു പേരാണല്ലോ മണികണ്ഠൻ. അപ്പോൾ ഈ മണികണ്ഠൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ളൊരു പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഒരു മണിദാസനാണ്. ആരാ? PK വീരമണിദാസൻ. 2024 ഹരിവരാസനം പുരസ്കാര ജേതാവ് PK വീരമണിദാസൻ. അടുത്ത ചോദ്യം, സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് മലയൻകീഴ്. തിരുവനന്തപുരം ജില്ലയിലാണ് മലയൻകീഴ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് മലയൻകീഴ്, തിരുവനന്തപുരം ജില്ല. ഓൺലൈൻ ഗ്രാമസഭ ആദ്യമായിട്ട് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുകയാണ് ഒരു ഗ്രാമപഞ്ചായത്തിൽ. അത് മലയൻകീഴ് ഗ്രാമപഞ്ചായത്താണ്. 22 വർഷത്തിന് ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ്. 22 വർഷത്തിന് ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. രാജ്നാഥ് സിംഗ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയാണ്. 22 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ബ്രിട്ടൻ സന്ദർശിക്കുന്നത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കളാണ് കണ്ണൂർ. 62 എന്ന് പറയുന്ന നമ്പർ ഓർത്ത് വയ്ക്കണേ. അതായത് ഇപ്പോൾ കഴിഞ്ഞ കലോത്സവം എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ 62ാമത്തെയാണ്. ആ കലോത്സവ വേദി കൊല്ലം ജില്ലയായിരുന്നു. കൊല്ലത്ത് വെച്ചാണ് ഈ കലോത്സവം നടക്കുന്നത്. ആ കലോത്സവത്തിൻ്റെ കലോത്സവത്തിൻ്റെ ഔദ്യോഗിക ആപ്പിൻ്റെ പേരാണ് ഉത്സവം എന്ന് പറയുന്ന ആപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ 1ാം സ്ഥാനം നേടിയ കപ്പടിച്ച ജില്ലയാണ് കണ്ണൂർ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂരാണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമയാണ് ഓപ്പൺഹൈമർ. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺഹൈമറാണ്. 81ാമത് ഗോൾഡൻ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമ ഓപ്പൺഹൈമർ. ഒരു ചോദ്യം കൂടി. ഒരു ചോദ്യമല്ല, കൂടുതലുണ്ട്. ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യയുടെ അംബാസഡർ സെന്തിൽ പാണ്ഡ്യൻ. ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യയുടെ അംബാസഡറാണ് സെന്തിൽ പാണ്ഡ്യൻ. ലോക വ്യാപാര സംഘടനയുടെ ഇന്ത്യയുടെ അംബാസഡർ സെന്തിൽ പാണ്ഡ്യൻ. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 1ാം ലഗ്രാഞ്ച് ബിന്ദുവിൻ്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ച തീയതി 2024 ജനുവരി 6. മറക്കുകയേ ചെയ്യരുത്. ഈ തീയതി മറക്കരുത്. ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 1ാം ലഗ്രാഞ്ച് ബിന്ദുവിൻ്റെ ഭ്രമണപഥത്തിലേക്ക് പ്രവേശിച്ച തീയതി 2024 ജനുവരി 6. ജനുവരി 6ാം തീയതിയാണ് പ്രവേശിച്ചത്. അടുത്തൊരു ചോദ്യം. അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം മൊബൈൽ ഫോൺ സാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 2.
അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം ടെലിഫോൺ മൊബൈൽ ഫോൺ സാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 2 രണ്ടാം സ്ഥാനമാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച ബ്രസീലിൻ്റെ 4 ലോകകപ്പ് നേട്ടങ്ങളിൽ പങ്കാളിയായ താരമാണ് മാരിയോ സഗാലോ. മാരിയോ സഗാലോ ബ്രസീൽ സ്വദേശിയാണ്, ബ്രസീലിയൻ കളിക്കാരനാണ്. 2024 ജനുവരിയിൽ അന്തരിച്ച ബ്രസീലിൻ്റെ 4 ലോകകപ്പ് നേട്ടങ്ങളിൽ പങ്കാളിയായ താരമാണ് മാരിയോ സഗാലോ. ഇതാ വരുന്നു അടുത്ത് മറ്റൊരു പുസ്തകത്തിൻ്റെ പേരാണ് യു ടേൺ. പുസ്തകത്തിൻ്റെ പേര് യു ടേൺ എന്നാണ്. ഡോക്ടർ A.V. അനൂപാണ് യു ടേൺ എഴുതിയത്. യു ടേൺ എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ A.V. അനൂപാണ് യു ടേൺ എന്ന പുസ്തകം എഴുതിയത്. 2024 ഇന്നത്തെ അവസാനത്തെ ചോദ്യം. 2024 പ്രൊഫസർ M.K. സാനു പുരസ്കാര ജേതാവ് M.D. വാസുദേവൻ നായർ. 2024 പ്രൊഫസർ M.K. സാനു പുരസ്കാര ജേതാവ് M.D. വാസുദേവൻ നായർ. 2024 പ്രൊഫസർ M.K. സാനു പുരസ്കാര ജേതാവ് M.D. വാസുദേവൻ നായർ. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനുണ്ടായിരുന്നത്. കൂടുതൽ ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. നന്ദി.